ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുത്തൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഇന്നൊരു അടിപൊളി ക്ലൈമറ്റ് കിട്ടി കേട്ടോ. വലിയ തണുപ്പും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ പുറത്തോട്ട് ഇറങ്ങിയാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് നമ്മുടെ കുവൈറ്റിലെ മിനി സൂ ആയിട്ടുള്ള ലിറ്റിൽ ജംഗിളാണ് കേട്ടോ. ഫാമിലി ആയിട്ടൊക്കെ നമുക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സ്ഥലമാണ്. അപ്പോൾ ലിറ്റിൽ ജംഗിളിലെ പുതിയ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പണ്ട് നമ്മളിതിൻ്റെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. ഒത്തിരി നാൾ കൂടിയാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പം ഇവിടെ ഒരുപാട് പുതിയ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഫാമിലി ആയിട്ട് പോകാൻ പറ്റുന്ന സ്ഥലങ്ങൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. കുവൈറ്റിൽ ഒരുപാട് പേര് പുതുതായിട്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയുള്ള ഒരു ചെറിയ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ടീനാമയ്ക്കും ഡേവിച്ചൊപ്പം ഞാൻ ലെന്നി. വെൽക്കം ടു LT ഡ്രീംസ്. അപ്പോൾ നമ്മൾ വേണ്ട ലിറ്റിൽ ജംഗിളിലെത്തി. 3 ഗടിയാണ് കേട്ടോ ടിക്കറ്റ്. അത് KNET വഴിയാണ് നമ്മൾക്ക് എടുക്കാൻ പറ്റുന്നത്. നമ്മൾ കയറി വരുമ്പോൾ തന്നെ കാണുന്ന ആദ്യത്തെ കാഴ്ച ഇതാണ് കേട്ടോ. ഇത് അനങ്ങുന്നൊക്കെ ഉണ്ട്. ഊയ്, എടാ പേടിയുണ്ടോ? എടാ അവന് പേടിയൊന്നുമില്ല. ഇത് മ്യൂസിക്കോടെ അനങ്ങുന്ന ദിനോസറൊക്കെയാണ് കേട്ടോ. ആഹാ, നമ്മൾ എൻട്രൻസിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഇങ്ങനൊരു സ്ഥലത്തേക്കാണ് കേട്ടോ നമ്മൾ എത്തിച്ചേരുന്നത്. ഇവിടെ നമുക്ക് മനോഹരമായ ഇരിപ്പിടങ്ങളോട് കൂടിയ ഒരുപാട് കഫേസ് ഇവിടെ ഉണ്ട് കേട്ടോ. നമുക്ക് ഇവിടെ ഇരുന്ന് കാപ്പിയും കാര്യങ്ങളും എല്ലാം കുടിക്കാം. അതുപോലെ തന്നെ ചെറിയ ചെറിയ കൂടാരങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ. എവിടെ പോവാ? ഇവിടെ സൈക്കിളിൻ്റെ സെക്ഷനാണ് കേട്ടോ. സൈക്കിള് 3 KD 60 മിനിറ്റ്, 5 KD 30 മിനിറ്റ്സ്. നമ്മുടെ കുതിരവണ്ടി പോലത്തെ വാഹനം തൊട്ട് ബാറ്ററി വണ്ടി പല രീതിയിലുണ്ട് കേട്ടോ. അപ്പം ഇതിനൊക്കെ നമ്മൾ എക്സ്ട്രാ പൈസയും കാര്യങ്ങളും എല്ലാം കൊടുക്കണം. എന്നാലും ഫാമിലി ആയിട്ട് ഒത്തിരി പേര് വരുവാണെങ്കിൽ സൂപ്പറായിരിക്കും കേട്ടോ. പിന്നെ ലിറ്റിൽ ജംഗിളിലെ പുതിയൊരു കാഴ്ചയാണ് കേട്ടോ. ഈ ആനയുടെ കാർച്ചയൊക്കെ ഉണ്ട്. ഒരു കൊമ്പൻ ഉണ്ടാക്കി വെച്ചേക്കാണ്. എല്ലാവർക്കും ഭയങ്കര ആകർഷണമാണ്. നമുക്ക് വലിയ കാഴ്ചയല്ലേലും ഇത് ഇവിടെ കാണുമ്പോൾ ഒരു സന്തോഷമുണ്ട് കേട്ടോ. കാണാനുള്ള വാതിലൊക്കെ സെറ്റപ്പാണ് കേട്ടോ. ആനക്കൊമ്പ് കൊണ്ട്. ഓ ഹായ്, ആന ഇഷ്ടപ്പെട്ടോ? ദേണ്ട അടുത്ത് ദേവിച്ചൻകുട്ടാ, ഇത് എന്നാടാ? അത് ആനയാണോ? നാട്ടിൽ കണ്ടിട്ടുണ്ടോ? ആനയുടെ കാർച്ച മാത്രമല്ല, ആനയുടെ ഒരു സ്മെല്ലും ഇവിടെ ഉണ്ട് കേട്ടോ. ആനയെ കണ്ട് നമ്മൾ പുറത്തോട്ട് ഇറങ്ങുവാണ്. അതുകൊണ്ട് ഒരു മലയാളി ഫാമിലി നമ്മൾ പരിചയപ്പെട്ടിരിക്കുകയാണ്. എങ്ങനെയുണ്ട് ലിറ്റിൽ ജംഗിള്? അടിപൊളിയല്ലേ? ഫാമിലി ആയിട്ട് ഒന്ന് വിസിറ്റ് ചെയ്യാൻ പറ്റും അല്ലേ? ഹായ്, ഇഷ്ടപ്പെട്ടോ? അടിപൊളിയാണോ? ഓക്കെ, അടുത്ത സെക്ഷൻ വേണ്ട ക്യാമൽ സഫാരി, അതുപോലെ തന്നെ നമ്മുടെ കുതിര, കൊച്ചു കുട്ടികൾക്ക് വേണ്ടി വേണ്ടേ പൊന്നി കുതിര, അതെല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ. ഒട്ടക സവാരിക്ക് 2 KD കേട്ടോ ചാർജ് വരുന്നത്. അപ്പം ഞങ്ങൾ ക്യാമൽ റൈഡ് ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ, ഞാനും ഡേവിച്ചൻകുട്ടനും കൂടെ. അങ്ങനെ ഒട്ടക സവാരിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വേണ്ട അടുത്ത സെക്ഷനിലോട്ട് പോവാണ് കേട്ടോ. ഇവിടെ നമ്മളെ കാത്തിരിക്കുന്ന കുറേ ആടുകളും ഒക്കെയാണ് കേട്ടോ. ഇത് എന്നാടാ? ആടിന് തീറ്റ കൊടുക്കാൻ പോവാണ്. നോക്കണം അതിനെ കൈ. എന്നാ സന്തോഷമാണ് നോക്കി. അതുപോലെ ആട്ടുമാമയ്ക്കൊക്കെ ഫീഡ് കൊടുക്കുകയും പിള്ളേർക്കൊക്കെ എന്നാ സന്തോഷമാണ് നോക്കി. ഇത് കണ്ടില്ലേ? ഓ, കൂട്ടത്തോടെ ആക്രമിക്കുവാണല്ലോടാ. ജയിച്ചാ ഇഷ്ടപ്പെട്ടോ? സൂപ്പറാണോ? പിള്ളേര് നിലത്തിരിക്കത്തില്ല കേട്ടോ അല്ലേ? പറക്കുവാണ്. ഒരുപാട് വ്യത്യസ്ത ഇനം മനോഹരമായിട്ടുള്ള ആടുകൾ കേട്ടോ. അത് തന്നെ ഒരു നല്ലൊരു കാഴ്ചയാണ്. അതിനൊക്കെ നമുക്ക് ഫീഡ് കൊടുക്കാൻ പറ്റും. ശരിക്കും കുട്ടികളാണ് കേട്ടോ ആസ്വദിക്കുന്നത്. അവർക്ക് ഈ ആനിമൽസിനെ എല്ലാം കാണുക, നമ്മൾ ഈ കാർട്ടൂണും ഒക്കെ കാണിച്ചിട്ടുണ്ടല്ലോ, സമയം കളയുന്നതിനൊക്കെ പകരം
ഇവിടെയൊക്കെ വിസിറ്റ് ചെയ്ത് വേണ്ട ഒരാൾ വരുന്നു. എടാ നിന്നെ പോലെ ഒരാൾ വരുന്നു. വേണ്ടേ ആ പുല്ല് കൊണ്ട് ആട്ടുംകുട്ടനെ കൊടുത്തേ. ആഹാ സൂപ്പർ. വേണ്ട ഇതുപോലെ ആട്ടുംകുട്ടി, മുയല്. ഹായ് കാണിച്ച്. ഉയ്യോ സോ ക്യൂട്ട്നോ. ഇതൊക്കെ നമുക്ക് കയ്യിൽ, പിള്ളേരുടെ കയ്യിൽ ഇങ്ങനെ പിടിക്കാൻ പറ്റും കേട്ടോ. 2 മലയാളി ഫാമിലിയൊക്കെ ഇട്ടിരിക്കുകയാണ്. എങ്ങനെ പേര് കേട്ടോ? എന്റെ പേര് നെബു റോയ്. ഇഷ്ടപ്പെട്ടോ? വളരെ നന്നായിട്ടുണ്ട്. ജസ്റ്റ് ഞങ്ങൾ വന്ന് കയറേ ഉള്ളൂ, എല്ലാം കാണാനേ ഉള്ളൂ. ആദ്യമായിട്ടാണോ? അല്ല, ഞങ്ങൾ നേരത്തെ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് വന്നിട്ടുണ്ടായിരുന്നു. അന്നൊന്നും ഇത്രയും ഇല്ലായിരുന്നു. ഞാൻ ആ സമയത്ത് വന്ന് എടുത്താ. ഒത്തിരി നാൾ കൂടിയാ വരുന്നത്. ഇപ്പൊ കുറച്ചുകൂടെ എല്ലാം ചേഞ്ച് ആയി. നമ്മുടെ മറ്റേ ആ സൂ ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ മറ്റേ ആ സൂ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അല്ല അത് നമ്മുടെ നാട്ടിലെ ഒരു ഫീൽ കിട്ടണമെങ്കിൽ ഇപ്പൊ പിള്ളേർക്കൊക്കെ ഇതൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കാനും മൃഗങ്ങളെയൊക്കെ ഒന്ന് പരിചയപ്പെടാനും ഹാപ്പിയാണ്. ഇത് തീർച്ചയായിട്ടും. പിന്നെ വിന്റർ ആയതുകൊണ്ട് നമ്മളും ഹാപ്പിയാണ്. താങ്ക് യു. നൈസ് സീയിങ് യു. തീർച്ചയായിട്ടും. അപ്പൊ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഓക്കെ താങ്ക് യു. നമ്മുടെ അബാസിയിൽ നിന്ന് വെറും ഒരു 10-15 മിനിറ്റ് കൊണ്ട് നമുക്കിവിടെ എത്തിച്ചേരാൻ പറ്റും കേട്ടോ. ഇപ്പോൾ ഫാമോ കാര്യങ്ങളോ ഒന്നുമില്ല ഈ വർഷം. അപ്പോൾ ഒരു ഫാമിലി ആയിട്ടൊക്കെ നിങ്ങൾക്ക് ഒരു ഔട്ടിങ്ങിന് പോകാൻ പറ്റിയ ഒരു കിടിലൻ സ്ഥലമാണ് കേട്ടോ ലിറ്റിൽ ജംഗിൾ. അത്യാവശ്യം പണ്ട് നമ്മൾ വന്നതിനേക്കാളും ഒരുപാട് ഫെസിലിറ്റിയും കാര്യങ്ങളും എല്ലാം കൂടിയിട്ടുണ്ട്. ഒരുപാട് റൈഡുകളും ഒരുപാട് പുതിയ ആനിമൽസും കാര്യങ്ങളും ഒക്കെ ആയിട്ട്. അപ്പോൾ അതാണ്ട് ഇതിന് ലൊക്കേഷനും കാര്യങ്ങളെല്ലാം വീഡിയോ താഴെ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഫാമിലി ആയിട്ടൊക്കെ വരുവാണെങ്കിൽ സൂപ്പറായിരിക്കും. പിന്നെ കേനെറ്റ് കയ്യിൽ കരുതുക കേട്ടോ. കേനെറ്റാണ് പേയ്മെൻറ്റ് മൊത്തം വരുന്നത്. പിന്നെ കൊള്ളാം. പിന്നെ ഉള്ളതാണ് ഈ ബോട്ട് റൈഡാണ് കേട്ടോ. ഇതിൻ്റെ പേയ്മെൻറ്റും കാര്യങ്ങളും ജസ്റ്റ് നമുക്ക് നോക്കിയിട്ട് വരാം. ഈ പുറകെ കാണുന്ന ഈ പെഡൽ ബോട്ട് 3 KD ആണ് കേട്ടോ. 3 KDക്ക് 2 പേർക്ക് 15 മിനിറ്റ്. ചെറിയൊരു തടാകമാണ്. അതുവഴി എല്ലാം പോയിട്ട് ഇങ്ങനെ കറങ്ങി വരാം 15 മിനിറ്റ് കൊണ്ട്. കുഴപ്പമില്ല. ഇവിടുത്തെ പുതിയ കാഴ്ചയാണ് കേട്ടോ. നമുക്ക് ഇങ്ങനത്തെ ഒരു കൂടാരങ്ങൾ പുതുതായിട്ട് അവർ സ്റ്റാർട്ട് ചെയ്തതാണ്. ഈ ചെറിയ തടാകത്തിൻ്റെ തീരത്ത് നമ്മൾ റെൻറ്റിനെടുത്തിട്ട് നമുക്ക് ഇത്ര നേരം ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും. ലിറ്റിൽ ജംഗിളിലെ കാഴ്ചകൾ നമുക്ക് നടക്കാതെ തന്നെ ട്രെയിനിലിരുന്ന് കാണാൻ പറ്റും കേട്ടോ. കിഡ്സിനൊക്കെ നല്ലതായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ട്രെയിൻ സർവീസാണ്. ഒരാൾക്ക് 1 KD ചാർജ് വരുന്നത് കേട്ടോ. പണ്ട് ഇവിടുത്തെ ഏറ്റവും വലിയൊരു മനോഹരമായിട്ട് കാഴ്ച ജിറാഫായിരുന്നു കേട്ടോ. ഇപ്പം ജിറാഫില്ല, ഒരു സീബ്രയൊക്കെ ഉണ്ടായിരുന്നു. അതിന് പകരം വേണ്ട ഈ കൊമ്പന്മാരാണ് കേട്ടോ. ഓ അപ്പോൾ വേണ്ട ഒട്ടകങ്ങൾ ഇതേണ്ട അപ്പുറത്തൊക്കെ ഉണ്ട്. ഒരുപാട് വലിയ സൈസിലൊക്കെ ഉള്ളതുണ്ട് കേട്ടോ. ഇതൊക്കെ നമുക്ക് നേരിട്ട് കാണാൻ പറ്റും. എന്നെ മോനെ അവിടെ പോയിരിക്കണോ? അതുപോലെ തന്നെ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇവിടെ നല്ല മാൻ കൂട്ടമാണ് കേട്ടോ. കാഴ്ചകൾ കണ്ട് വേണ്ടേ സന്ധ്യയായി കേട്ടോ. അതായത് നിങ്ങൾ വരുവാണെങ്കിൽ ഇച്ചിരി നേരത്തെ വരിക. വെള്ളി ശനിയും രാവിലെ 10 മണി തൊട്ട് ഓപ്പണാണ്. അപ്പോൾ ആ ദിവസങ്ങളിൽ നിങ്ങൾ നേരത്തെ വരിക. സാധാരണ ദിവസങ്ങളിൽ 4 മണി തൊട്ട് 10 മണി വരെയാണ് ഇതിന് ടൈമിങ് വരുന്നത് കേട്ടോ. പിന്നെ കുറച്ചുകൂടെയൊക്കെ നേരത്തെ വരുവാണെങ്കിൽ ഈ കാഴ്ചകൾ കണ്ടു തീർക്കാൻ പറ്റും. ഇത് ഏറ്റവും വലിയൊരു സവിശേഷതയാണ് കേട്ടോ. വേണ്ട ചായ കുടിക്കാം മാൻകൂട്ടങ്ങളെ കണ്ടുകൊണ്ട്. അപ്പോൾ അതാണ് ഈ മനോഹരമായ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഞങ്ങൾ വിചാരിക്കുന്നു. കണ്ട് കൊതി തീരത്തില്ല. ഒരുപാട് പ്ലേ ഏരിയയും കാര്യങ്ങളും എല്ലാം ഉണ്ട്. നിങ്ങൾ ഇച്ചിരി നേരത്തെ വരുന്നവർ അതുപോലെ തന്നെ മനോഹരമായിട്ടുള്ളത്. ഏറ്റവും ഇഷ്ടപ്പെട്ട അവസാനത്തെ ആ കഫേ ആയിരുന്നു കേട്ടോ. ഒരു വൈകുന്നേരം നിങ്ങൾ എത്തുവാണെങ്കിൽ ലൈറ്റും കാര്യങ്ങളും തൊട്ടടുത്ത് മാൻകൂട്ടങ്ങളൊക്കെ കണ്ടുകൊണ്ട് മനോഹരമായൊരു കാപ്പിയൊക്കെ കുടിച്ചുകൊണ്ട് ലിറ്റിൽ ജംഗിളിൻ്റെ കാഴ്ചകൾ ആസ്വദിക്കാം. അപ്പോൾ അതാണ്ട് പുത്തൻ കാഴ്ചകളൊക്കെ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരയ്ക്കും ബൈ ബൈ ബൈ.